ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സേമിയ പായസം എത്ര ഉണ്ടാക്കിയിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 1 കപ്പ് വറുത്ത സേമിയയാട്ടോ എടുക്കുന്നത്. അതൊരു 200 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് നമുക്ക് ഒരു 10 ഏലക്കയുടെ കുരു, അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവ് കുറവാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 2 ലിറ്റർ പാലാണ് 200 ഗ്രാം സേമിയയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്, ഇല്ലെങ്കിൽ അത് പാട ചൂടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തിളയ്ക്കുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ പാല് ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റായി നമ്മുടെ പാല് നന്നായിട്ട് തിളയ്ക്കുന്നു. ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് പതുക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പകുതി ടിന്നാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. സേമിയ പായസം നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകിക്കോളും. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം, ഇല്ലെങ്കിൽ പാട ചൂടും സേമിയ പായസത്തിന്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി മുക്കാൽ ഫ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് മുന്തിരിയോടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി കാഷ്യൂവും മുന്തിരിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മുടെ കാഷ്യൂവും മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അടിപൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.